ഡാ ഇത് കഴിഞ്ഞിട്ടാ. കണ്ണാടി എന്ന പോലെന്നെ കണ്ടതും നിന്റെ കണ്ണിലല്ലേ, ഞാൻ തനിയെ നിന്നതും കൂടെ വന്നു നീ ജീവനേകിയില്ലേ, കൂരിരുളിൻ പടവിൽ. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള നമ്മൾ കുറച്ച് ടീംസും നമ്മൾ അവസാനം ഇപ്പോഴല്ലേ പരിചയപ്പെട്ടത്. നമ്മുടെ ആ അവസാനം പരിചയപ്പെട്ടെങ്കിലും രസമായിരുന്നു. കുറച്ച് ഇപ്പോഴേയും എടുക്കാൻ എനിക്ക് വീട്ടിൽ പോകണമെന്നില്ല, സത്യം വീട്ടിൽ പോകണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കാനാ നോക്കണേ. ഹലോ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട് കേട്ടോ. 2026 പാസ് ഔട്ടിലെ കുട്ടികളെയും അതുപോലെ കുറച്ച് ജൂനിയേഴ്സിനെയൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ബേസിൽ, സിറിൽ, കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 26ലെ പിള്ളേരെ എനിക്കറിയാം. പിന്നെ അവർക്ക് SRA ആയിട്ടും അവരുടെ മെൻറ്ററായിട്ടും അഭിനയത്തിൻ്റെ ഒക്കെ മെൻറ്ററായിരുന്നു ഞാൻ. പിന്നെ SRA ആയിട്ട് കുറച്ച് പേരുടെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിയുമായിരുന്നു. പിന്നെ നിങ്ങളുടെ ഓർത്തഡോക്സ് പള്ളിയിലെ പിള്ളേരെ കൊണ്ടുവരുന്ന എസ്കോട്ടും കൂടെ ആയിരുന്നു. ഓക്കെ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും പോവുകയാണല്ലേ? എല്ലാവരും വലിയ കുട്ടികളൊക്കെ ആയല്ലോ. എങ്ങനെ എന്ത് പറയുന്നത്, ചെറുതായിട്ട് വന്ന പിള്ളേരായിരുന്നു അല്ലേ? എനിക്ക് ബേസിൽ എന്നെ വിളിച്ച് പറഞ്ഞു ഒരു വീഡിയോ അയക്കണം. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഫെയർവെൽ പാർട്ടിയിൽ ഞങ്ങളൊക്കെ ഓർത്തല്ലോ. താങ്ക് യു വെരി മച്ച്. കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം, എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഇരിക്കുക. എനിക്കറിയാം നിങ്ങൾ നല്ല കുട്ടികളാണ്. നിങ്ങൾ ഓൾറെഡി ആ പള്ളിയിൽ പാടുന്ന പാട്ടും പ്രാർത്ഥനയൊക്കെ കേട്ടാൽ തന്നെ അറിയാം നിങ്ങളെല്ലാം പ്രാർത്ഥനയുള്ള ആൾക്കാരാണ്. അത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇപ്പം നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നണം, അവൻ പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. അതേ അഭിനയത്തിനെ കണ്ടോ, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. ആ റബേക്കനെ കണ്ടോ, റബേക്ക പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. പിന്നെ ആരെ പറയാം, സിറിലിനെ കണ്ടോ, സിറിൽ പ്രാർത്ഥിക്കുന്നവനാണ് എന്നൊക്കെ നമ്മളെ കാണുമ്പോൾ തന്നെ ആൾക്കാർ പറയണം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തരട്ടെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ബൈ ബൈ. മക്കളെ, നല്ലായിട്ട് പഠിച്ചല്ലോ നിങ്ങളെല്ലാം. ഇനി നല്ല ജോലിയൊക്കെ കിട്ടി, ഫാമിലി ഒക്കെ ആയി, നല്ല കുട്ടപ്പന്മാരും കുട്ടമ്മമാരും ഒക്കെ ആയി നിങ്ങൾ നല്ലായിട്ട് ജീവിക്കുക. ഐ നോ യു ഹാവ് എ വെരി ബ്രൈറ്റ് ആൻഡ് ഹാപ്പി ഫ്യൂച്ചർ അഹെഡ്. കീപ് ഇൻ ടച്ച്. അൽവിദ. ഹായ്, ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തെ ശരിക്കും എന്താ പറയാ, ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. എനിക്ക് അവിടെ വരാൻ പറ്റിയില്ല. പക്ഷേ എന്നെ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചേർക്കാൻ തോന്നിയത് വളരെ നന്ദി പറയുന്നു ആദ്യം തന്നെ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സീനിയേഴ്സ് എല്ലാവരും അവിടുന്ന് പോവാണ്. പക്ഷേ ഞാൻ ആ തീം കണ്ടു, ഇതാ കഴിഞ്ഞിട്ടോ, പക്ഷേ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആക്ച്വലി ഇനിയാണ് നമ്മുടെ ലൈഫ് തുടങ്ങുന്നത്. പക്ഷേ ആ ഒരു 4 വർഷം കോളേജിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ സ്വീറ്റ്, പിന്നെ വളരെ പ്രഷ്യസ് മൊമെന്റ്സ് ആണ്. നമ്മുടെ ഇയർ ബൈ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് നമ്മുടെ കോളേജ് ലൈഫ്. നമ്മുടെ മക്കൾമാരോട്, കല്യാണം കഴിഞ്ഞ മക്കൾമാരോടാണെങ്കിലും ഇപ്പം എൻ്റെ കാണുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റിയൊരു വളരെ വളരെ ഹാപ്പി മൊമെന്റ്സ് ആണ് ഈ ഒരു കോളേജ് ലൈഫ്. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാണണം. ഈ എത്ര ഇതായാലും എവിടെ ആയാലും ഈ ഒരു ഹാപ്പിനെസ് കണ്ടിന്യൂ ചെയ്ത് വേണം ലൈഫ് മുന്നോട്ട് പോകാനായിട്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആകെ ഒരു ലൈഫല്ലേ അല്ലേ?
എന്തിനാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത്? ജീവിതം അങ്ങനെയാണ്, പല സങ്കടങ്ങൾ വരും, പല രീതിയിൽ എന്താ പറയുക, പ്രയാസങ്ങളും കഷ്ടപ്പാടും ഒക്കെ വരുമായിരിക്കും. ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്. അന്ന് വെച്ച് നമ്മൾ വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. എങ്ങനെ നിങ്ങൾ കോളേജ് ലൈഫിൽ അതിജീവിച്ച് എത്ര സന്തോഷത്തോടെ പോയി, അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഡ്രീംസ് എന്തൊക്കെയാണോ അതെല്ലാം ചേസ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പ്രാർത്ഥന കൈവിടരുത്. എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം. അതേപോലെ മറ്റവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ രീതിയിലും എല്ലാ നന്മകളും ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് കീപ് ഇൻ ടച്ച്. ബൈ, ടേക്ക് കെയർ. സോ ഈ ഞായറാഴ്ച ഞങ്ങൾ പ്രിയപ്പെട്ട സീനിയേഴ്സിൻ്റെ ഫെയർവെല്ലാണ്. സോ ശരിക്കും നല്ല സങ്കടമുണ്ട് അവർ പോകുന്നതിന്. കാരണം ഞാൻ അവിടെ വന്നേ പിന്നെ ആദ്യമായിട്ട് ഇപ്പോൾ കൂടിയത് മറ്റേ ഓണം പരിപാടിയാണ്. അത് നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ക്രിസ്മസ് ആണെങ്കിലും അതേപോലെ പെരുന്നാളാണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിലേതോ ഒന്നിൽ തലേന്ന് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പഠിച്ചൊരു ഡാൻസ് ഉണ്ട്. ഞങ്ങൾ 4-5 പേര് മാത്രം കൂടിയിട്ട് തലേന്ന് രാത്രി 7 മണിക്ക് എങ്ങാണ്ട് കൂടിയിട്ട് സ്റ്റഡി അവർ തൊട്ട് മുന്നേ ആയിട്ട് അതൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ ചെറിയ മെമ്മറീസ് അവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ അത് ശരിക്കും നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും വളരെ മിസ് ചെയ്യുന്നു. പാസ് ഔട്ടായി പോകുന്ന എല്ലാ ഫൈനൽ ഇയേഴ്സ് ചേട്ടനും ചേച്ചിമാരും വല്ലാണ്ട് ഞങ്ങൾ മിസ് ചെയ്യും. കുറേ ചേച്ചിമാർ, ലിറ്റി ചേച്ചി, റെബേക്ക ചേച്ചി, കാരൽ ചേച്ചി, പിന്നെ ഞങ്ങൾ എസ്കോർട്ട് ചെയ്യാൻ വരുന്ന മെർലിൻ ചേച്ചി, ഇവരെല്ലാവരും ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് തൊട്ട് പള്ളി വരെ ഞങ്ങളെ സേഫായിട്ട് ഞങ്ങളെ എത്തിക്കും. ഒരു പ്രശ്നമില്ലാണ്ട് ഞങ്ങളെ അവിടെ എത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറേ പ്രോഗ്രാംസ് ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പള്ളിയിൽ പെരുന്നാൾ, പിന്നെ ഓണം പരിപാടി, ക്രിസ്മസ് പ്രോഗ്രാം. അപ്പോൾ അതിനൊക്കെ ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെയായിരുന്നു അവിടെ. എല്ലാം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫണ്ണായിട്ടും എല്ലാം ഹെൽഡ് ചെയ്ത കുറേ സീനിയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പള്ളി കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറേ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ലിറ്റി ചേച്ചി, ലിനിൻ ചേട്ടൻ ഇവരൊക്കെ ആയിരുന്നു ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ സീനിയേഴ്സ് എല്ലാവരുമായിട്ട് കുറേ മെമ്മറീസ് ഉണ്ട് അവിടെ. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ ഒരു എന്താ പറയുക, ഇനി വരാൻ പോകുന്നൊരു ജേണി നല്ലൊരു ജേണി ആവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഹലോ ഗൈസ്, നിങ്ങളെ ലാസ്റ്റ് ഇയർ ആയിട്ട് ഞങ്ങൾ വിട്ടുപോകണം. ഞങ്ങൾക്ക് വളരെ വളരെ വിഷമമുണ്ട്. എന്തായാലും നിങ്ങളുടെ ഭാവി നല്ല അടിപൊളി ഒരു ഭാവിയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. ഒരു പോരായ്മകളും ഇല്ലാണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിതം നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളു. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ നിങ്ങളെ നല്ലപോലെ മിസ് ചെയ്യും. സീനിയേഴ്സിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. ഇത്രയും നാളും നമ്മുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യാനും ഒരുപാട് രസകരമായ കാര്യങ്ങളിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഓണത്തിനൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കാനും എല്ലാത്തിനും, പ്രാക്ടീസിനായാലും ഓണത്തിന് അത്തപ്പൂക്കൾ ഇടാനായാലും നമ്മൾ കുക്കിങ്ങിന് എല്ലാത്തിനും ഒരുമിച്ചായിരുന്നു. ഇത്രയും കാലം ഒരുമിച്ചുണ്ടായിരുന്നു, ഇനി അങ്ങോട്ടില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. കുഴപ്പമില്ല, എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുന്നു. വിൽ ഓൾ മിസ് യു. ആക്ച്വലി ഓരോ മൊമെന്റ്സും ഭയങ്കര മീനിങ് ഫുൾ ആയിരുന്നു. എന്താ പറയുക, ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് ഡെക്കറേഷൻ ആവട്ടെ, അല്ല ഈവൻസ് ആവട്ടെ, നമ്മളവിടെ മാറിലിരുന്നിട്ട് ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നതാവട്ടെ, എല്ലാം ഭയങ്കര എനിക്കറിയില്ല. ആലോചിക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മെമ്മറീസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ ഐ എം ഗോണ റിയലി മിസ് യു ഗൈസ് ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഗൈസ് സൂൺ. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സീനിയേഴ്സ് ഇന്ന് ഫെയർവെൽ നമ്മൾ കൊടുത്ത് പറഞ്ഞുവിടാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് നാളായിട്ടേ നമുക്ക് അവരെ അറിയത്തുള്ളൂ. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭയങ്കര മെമ്മറബിളായിട്ടുള്ളൊരു ടൈം എനിക്ക് അവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ ഇവരെ പോലൊരു സീനിയേഴ്സിനെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈവൻ എൻ്റെ സ്കൂളിലാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സീനിയേഴ്സിനെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇവരോടുള്ള ഓരോ മെമ്മറീസ് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അത് മാത്രമല്ല, മോറോവർ ഒരു ജൂനിയർ സീനിയർ എന്നുള്ളൊരു ബന്ധം അവർ വെച്ചിട്ടില്ല. പിന്നെ ഓരോ നിമിഷവും ഫുഡ് കഴിക്കാൻ പോകുന്നതാണെങ്കിൽ പോലും ഇവരോടെ എൻജോയ് ചെയ്യുന്നതും അതും ഇതും ചെയ്യുന്നതും പള്ളിയിലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഒരുപാട് മെമ്മറബിൾ ആയിരുന്നു. പിന്നെ ഈ വളരെ അടുത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ഇവരുമായിട്ട് വല്ലാണ്ട് ക്ലോസ് ആയത്. ഇപ്പം ക്ലോസ് ആയതിനു ശേഷം ഇവർ പെട്ടെന്ന് പോകാമെന്ന് പറയുമ്പം നല്ല വിഷമമുണ്ട്. പക്ഷെ എന്നാലും പോയല്ലേ പറ്റൂ. ജീവിതത്തിലെ ഓരോ കാലങ്ങൾ കഴിഞ്ഞ് അടുത്ത കാലഘട്ടത്തിലോട്ട് അവർ പോവുകയാണ്. അതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ വിശ്വാസം ഞാൻ നേരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും മിസ് ചെയ്യും. ഭയങ്കര ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്തൊരു മെമ്മറീസാണ് ഞങ്ങൾ തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ തമ്മിലുള്ള ബോണ്ട്സ്, ആ ബോണ്ട് ഇപ്പം നിങ്ങൾ എളുപ്പം മാത്രമല്ല, ഫോറെവർ നമ്മുടെ ഇടയിൽ അത് ഗ്രോ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഫോറെവർ നമ്മൾ തമ്മിലുള്ള എല്ലാവരും തമ്മിലുള്ള ആ ഒരു കൂട്ടായ്മ ഇതെപ്പോഴും നിലനിർത്തണം. ഭാവിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുവാൻ എന്തെങ്കിലും ഉള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും മറന്നു കളയരുതേ.
എന്നൊരു പ്രാർത്ഥനയും കൂടെ ചെയ്യുന്നു. എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. താങ്ക്സ്. തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇങ്ങനെ ഈ വീഡിയോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആദ്യം ഫ്ലാഷ് ബാക്സ് ഒന്നും കുറെ ലൈക്ക് എങ്ങനെ വെൽക്കമിങ് ആയിരുന്നു ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്കിന്. ചേട്ടന്മാരും ചേച്ചിമാരും ആ ഒരു സീനിയർ ജൂനിയറിന്റെ ഡിഫറൻസ് ഒരിക്കലും കാണിച്ചിട്ടില്ല. ദേ വർ ഓൾവേസ് ലൈക്ക് എ ഫ്രണ്ട് ടു അസ്. സ്ലോമോ ആയാലും ഏത് പരിപാടി ആയാലും എല്ലാം അടിപൊളിയായിട്ട് നടത്തി. പിന്നെ പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ആണെങ്കിൽ ചേച്ചിമാരെ എടാ ഞങ്ങൾ അങ്ങോട്ട് വന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഭയങ്കര മോട്ടിവേറ്റിങ്ങും ഭയങ്കര ഫണ്ടായിരുന്നു ആക്ച്വലി എല്ലാവരുടെയും കൂടും. സ്ലോമോ ആണെങ്കിലും പള്ളി കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും കൂടുന്നത് എല്ലാം നല്ല രസമായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ വിട്ടുപോകാന്ന് പറഞ്ഞ ഒരു അത് ഇതുവരെ പ്രോസസ് ചെയ്യാൻ പറ്റിട്ടില്ല. പള്ളിയൊക്കെ ഭയങ്കര എംപ്റ്റി ആയിരിക്കും. നിങ്ങളൊക്കെ വരുമ്പം നല്ല ഒരു 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 ഫാമിലി പോലെ ആയിരുന്നു എല്ലാവരും. ഇപ്പൊ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എപ്പോ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷെ വി ഓൾ റിയലി മിസ് യു ആൻഡ് വി ഓൾ റിയലി ലവ് യു. ഇപ്പൊ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ന് പറയുന്നത് നമുക്ക് വെറും സീനിയേഴ്സ് മാത്രം ആയിരുന്നില്ല. അവര് ഞങ്ങൾക്ക് അങ്ങനെ സീനിയേഴ്സിന്റെ ഒരു സീനിയർ ആണ് എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി മോർ ഓവർ ഒരു സീനിയറിനെക്കാട്ടിലും ലൈക്ക് ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ എന്തും ഷെയർ ചെയ്യാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അങ്ങനെ ആയിരുന്നു നമുക്ക് ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ലൈക്ക് 2023 ഫസ്റ്റ് ഇയറിൽ ഞങ്ങള് ഫസ്റ്റ് ടൈം പള്ളി ഞാനും ബേസിലും കൂടെ വന്നപ്പോൾ പരിചയപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ പിന്നീട് അവര് ലൈഫില് ഒരുപാട് കാര്യങ്ങൾക്ക് ലൈക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആകാനും ലൈക്ക് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനും ഒന്നിച്ച് ചെലവഴിച്ച ടൈമുകൾ ഡാൻസ് ആയിട്ടും ഓരോ ഇവന്റ്സിനായിട്ടും ഓൾസോ ലൈക്ക് ഫുഡിന്റെ കാര്യത്തിലും പള്ളിയുടെ കാര്യത്തിലും ചുമ്മാ ചിച്ചാറ്റിങ്ങിനാണെങ്കിൽ പോലും ലൈക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2026 അവർ ഇനിയും 1 മാസത്തിനുള്ളിൽ നമ്മളെ വിട്ടു പോകുക എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് കൈൻഡ് ഓഫ് ഫീൽസ് ലൈക്ക് വി ആർ ഗോയിങ് ടു ബി ലെഫ്റ്റ് അലോൺ ഇൻ ദിസ് കോളേജ്. ബട്ട് ഓൾസോ കോളേജ് മിസ് ചെയ്തില്ലേലും ഇവരെല്ലാവരെയും മിസ് ചെയ്യും, പള്ളിയിലും മിസ് ചെയ്യും, നിങ്ങളെ മിസ് ചെയ്യാൻ പോവാണ് ഷുവറായിട്ടും. അപ്പോൾ ഹാപ്പി ജേർണി സീനിയേഴ്സ്. താങ്ക് യു.